UGC ഫോമിൽ നിന്നും അപേക്ഷാ ഫോമിൽ നിന്നും ഉറുദു ഭാഷ ദില്ലി സർവകലാശാല ഒഴിവാക്കിയിരിക്കുന്നു. പകരം മാതൃഭാഷാ ഓപ്ഷനിൽ മുസ്ലിം എന്ന് ചേർത്തു. ഉറുദു എന്ന ഭാഷയ്ക്ക് തത്തുല്യമായി മുസ്ലിം എന്ന് പ്രയോഗിച്ചതിൽ പ്രതിഷേധം വ്യാപകം. ജാതീയത വ്യക്തമാക്കുന്ന മോച്ചി, ബീഹാറി എന്നിവയും മാതൃഭാഷാ ഓപ്ഷനുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഠ്യപദ്ധതിയെ വർഗീയവൽക്കരിക്കുന്നതിനുള്ള ദുഷ്ടലാക്കാണ് ഇതിന് പിന്നിലെന്നാണ് അധ്യാപകരടക്കം ഈ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. തീർച്ചയായും സ്വാതി സന്തോഷ് വിവരങ്ങളുമായി ചേരുകയാണ്. സ്വാതി, നിരവധി സിലബസുകളിലടക്കം കടന്നുകയറ്റം ഉണ്ടാകുന്നു, സംഘപരിവാർ വൽക്കരണം ഉണ്ടാകുന്നു. ഇതാ ഉറുദു ഭാഷ ഒരു സ്വതന്ത്രമായ ഭാഷയെ മതവുമായി കൂട്ടിക്കെട്ടുന്നു. മാത്രമല്ല ഇതിൽ പല വിധത്തിലുമുള്ള വർഗീയവൽക്കരണങ്ങൾ. എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ സ്വാതി? അജിൻഷാദ്, രാജ്യത്ത് എമ്പാടും ഈ ഭാഷാ വിഷയവുമായി ബന്ധപ്പെട്ട ഈ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ദില്ലി സർവകലാശാലയിലെ UG അപേക്ഷാ ഫോമിൽ ഉറുദു ഭാഷ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം സർവകലാശാല അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ മാതൃഭാഷ ഓപ്ഷനുകൾ വെക്കുമ്പോൾ ഉറുദു എന്ന ഭാഷ ആ ഓപ്ഷനുകളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പകരം മുസ്ലിം എന്നാണ് ചേർത്തിട്ടുള്ളത്. അതിൽ നിന്നും ഏറ്റവും പ്രധാനമായി കാണേണ്ടത് മുസ്ലിം എന്നത് പറയുന്നത് ഒരു ഭാഷയെ അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ ഒരു ഭാഷയല്ല മുസ്ലിം. പകരം ഈ ഉറുദു എന്ന ഭാഷയ്ക്ക് തത്തുല്യമായി മുസ്ലിം എന്ന് പ്രയോഗിച്ചതിലാണോ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നത്. മാത്രമല്ല വലിയ തരത്തിലുള്ള പിഴവുകൾ ഈ ഫോമിൽ ഒട്ടാകെയും ഉണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ജാതീയപരമായി മുന്നോട്ട് വെക്കുന്ന കുറച്ചധികം കാര്യങ്ങൾ ഈ മാതൃഭാഷാ ഓപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മോച്ചി, ബീഹാറി എന്നതൊന്നും ഒരു തരത്തിലും ഒരു മാതൃഭാഷയെ അംഗീകരിക്കുന്ന കാര്യമല്ല, മറിച്ച് അത് ചില ന്യൂനപക്ഷങ്ങളെയോ ജാതീയതയോ മാത്രം വ്യക്തമാക്കുന്ന ചില വാക്കുകളാണ്. അത്തരത്തിലുള്ള വാക്കുകളാണ് ഈ മാതൃഭാഷാ ഓപ്ഷനിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭാഷാ പിഴവുകളിലൂടെ വലിയ വർഗീകരണം അല്ലെങ്കിൽ വർഗീയവൽക്കരണമാണ് ഈ ഉദ്ദേശിക്കുന്നത്, സർവകലാശാല ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല കാവ്യവൽക്കരണ നടപടികളുടെ ഭാഗമായി തന്നെ മോദി സർക്കാരിന്റെ അജണ്ടയാണ് ഈ ദില്ലി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ നടപ്പാക്കുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഇതിനോടകം ഉയരുന്നത്. ഇതിൽ SFI അടക്കമുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകൾ കൂടി വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. അധ്യാപകരടക്കം ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന്, ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ, ജാതീയപരമായി തെളിയിക്കുന്ന ചില വാക്കുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉറുദു ഭാഷയെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഭരണഘടനയുടെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ 8 ഉൾപ്പെടുത്തിയിട്ടുള്ള ഉറുദു ഭാഷ എടുത്തു കളഞ്ഞതിലൂടെ വലിയ തരത്തിലുള്ള അജണ്ട നടപ്പിലാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. അജിംഷാദ്, ഭദ്ര.